നമസ്കാരം. BA പരീക്ഷ പാസ്സാകാത്ത SFI നേതാവിന് MAക്ക് പ്രവേശനം നൽകി മഹാരാജാസ് കോളേജ്. ഇന്റഗ്രേറ്റഡ് കോഴ്സിലാണ് ആർഷോയ്ക്ക് MAക്ക് പ്രവേശനം നൽകിയിരിക്കുന്നത്. 5 വർഷ കോഴ്സിൽ ബിരുദം നേടാൻ വേണ്ട 6ാം സെമസ്റ്റർ പരീക്ഷ ആർഷോ പാസ്സായിട്ടില്ല. ഇതിനിടെയാണ് ബിരുദാനന്തര ബിരുദത്തിന് തുല്യമായ 7ാം സെമസ്റ്റർ എഴുതാൻ കോളേജ് അധികൃതർ അനുവാദം നൽകിയിരിക്കുന്നത്. 5ഉം 6ഉം സെമസ്റ്റർ പരീക്ഷകൾ എഴുതാൻ 75% ഹാജർ നിലയാണ് വിദ്യാർത്ഥികൾക്ക് വേണ്ടത്. എന്നാൽ വെറും 10% മാത്രം ഹാജരാണ് SFI നേതാവായ ആർഷോയ്ക്ക് ഉള്ളത്. ഇതെല്ലാം അവഗണിച്ച് ആർഷോയ്ക്ക് പ്രവേശനം നൽകിയിരിക്കുന്നത് പ്രിൻസിപ്പാളിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം ആണെന്നാണ് സൂചന. ബിരുദത്തിൽ 120 ക്രെഡിറ്റ് സ്കോറുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ബിരുദാനന്തര ബിരുദത്തിന് പ്രവേശനം നൽകാൻ പാടുള്ളൂ എന്നാണ് നിയമം. അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് വാങ്ങി കോഴ്സ് അവസാനിപ്പിക്കണം. എന്നാൽ ഈ നിയമമാണ് ആർഷോയ്ക്ക് വേണ്ടി തെറ്റിച്ചിരിക്കുന്നത്. ജൂണിന് മുൻപ് എല്ലാ പരീക്ഷകളും നടത്തി ഫലപ്രഖ്യാപനം പൂർത്തിയാക്കണം എന്നായിരുന്നു സർക്കാർ അധികൃതർക്ക് നിർദ്ദേശം നൽകിയിരുന്നത്. എന്നാൽ ഇതിന് പിന്നാലെ ആർഷോയുടെ കോഴ്സ് ഒഴികെയുള്ള മറ്റ് എല്ലാ കോഴ്സുകളുടെയും പരീക്ഷാ ഫലം അധികൃതർ പുറത്തുവിടുകയായിരുന്നു. ഇത് വലിയ വിവാദം ആയിരുന്നു. MG യൂണിവേഴ്സിറ്റിക്ക് കീഴിലാണ് മഹാരാജാസ് കോളേജിന്റെ പ്രവർത്തനം നടക്കുന്നത്. എന്നാൽ സർക്കാർ നിയന്ത്രണത്തിലുള്ള ഓട്ടോണോമസ് കോളേജ് ആയതിനാൽ പ്രവേശനം, ഹാജർ, ക്ലാസ് കയറ്റം, പരീക്ഷ നടത്തിപ്പ്, ഫലപ്രഖ്യാപനം എന്നിവയിൽ സർവകലാശാലയ്ക്ക് യാതൊരു അനുമതിയും ഇല്ല. കേരള സർവകലാശാലയുടെ കീഴിലുള്ള കായംകുളം MSM കോളേജിൽ BCom പാസ്സാകാത്ത SFI പ്രവർത്തകനായ നിഖിൽ തോമസ് MCom പ്രവേശനം നേടിയതുപോലെയാണ് ആർഷോയുടെ MA ക്ലാസ്സിലേക്കുള്ള പ്രമോഷൻ. അന്വേഷണത്തിന് ശേഷം സർവകലാശാല നിഖിലിന്റെ തുടർ പഠനം സ്ഥിരമായി വിലക്കിയിരുന്നു. കാലടി സംസ്കൃത സർവകലാശാലയിലും കഴിഞ്ഞ വർഷം BA പാസ്സാകാത്ത 6 വിദ്യാർത്ഥികൾക്ക് MAക്ക് പ്രവേശനം നൽകിയത് പരാതിയെ തുടർന്ന് റദ്ദാക്കിയിരുന്നു. MG സർവകലാശാലയുടെ നിയമങ്ങൾക്ക് വിരുദ്ധമായി നിശ്ചിത ഹാജരോ ക്രെഡിറ്റോ ഇല്ലാതെ SFI നേതാവിന് PG സെമസ്റ്ററിൽ പ്രവേശനം നൽകിയ കോളേജ് പ്രിൻസിപ്പലിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയുടെ പരാതി. ആർഷോയെ കോളേജിൽ നിന്ന് പുറത്താക്കണമെന്നും അധികൃതർക്ക് നൽകിയ പരാതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.